ഇന്ത്യക്ക് US നൽകിയ ഇരുട്ടടിയിലേക്കാണ്. H-1B വിസയ്ക്ക് പ്രതിവർഷം $1,00,000 അപേക്ഷാ ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ ഒപ്പുവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ നീക്കം H-1B വിസയുടെ പ്രധാന ഗുണഭോക്താക്കളായ ഇന്ത്യൻ തൊഴിലാളികളെ വലിയ രീതിയിൽ ബാധിക്കും. നിയമപരമായ കുടിയേറ്റം നിയന്ത്രിക്കാനും അതിൽ നിന്ന് വരുമാനം വർദ്ധിപ്പിക്കാനുമുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ഏറ്റവും പുതിയ ശ്രമമാണ് ഈ നിർദ്ദേശം. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. അഭിലാഷ്, ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽസ് ഇന്ത്യയിൽ നിന്നാണ് US-ലേക്ക് എത്തുന്നത്. പ്രധാനപ്പെട്ട IT കമ്പനികൾക്കെല്ലാം ആ തരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഫഷണൽസിനെ അവർ അവിടെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ നോക്കിയാൽ ഇന്ത്യയെ ഏറ്റവും മോശമായ രീതിയിൽ ബാധിക്കുന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ US-ന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. നിലവിൽ തന്നെ പിഴച്ചുങ്കത്തിൻ്റെ കാര്യത്തിലൊക്കെ സംസാരങ്ങൾ നടക്കുകയാണ്. അപ്പോഴാണ് അതിന് പിന്നാലെ ഇങ്ങനൊരു ഇരുട്ടടി കൂടി. എന്താണ് US ഉദ്ദേശിക്കുന്നത്? ശ്രീജ പറഞ്ഞതുപോലെ ഒരു ഇരുട്ടടി തന്നെയാണ് ഇന്ത്യക്ക് മേൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. H-1B വിസയിൽ അമേരിക്കയിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന ആൾക്കാരിൽ 70% ഇന്ത്യയിൽ നിന്നുള്ള ആളുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഇത് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. അതായത് H-1B വിസയ്ക്ക് ഓരോ കമ്പനികൾ, ഏത് കമ്പനിയാണോ തൊഴിലാളികളെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് എടുക്കുന്നത്, അവർ $1,00,000, അതായത് 88 ലക്ഷം ഇന്ത്യൻ ഡോളർ അമേരിക്കയിൽ കെട്ടിവെക്കണം. അതിനുശേഷം മാത്രമേ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ അമേരിക്കയിലേക്ക് ജോലിക്ക് വിളിക്കാൻ പറ്റുള്ളൂ, അവർക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇപ്പോൾ $80,000 ഒരു വർഷം അവിടെ ശമ്പളം കിട്ടുന്ന ആൾക്ക് $1,80,000 ആ കമ്പനി അവിടെ ചെലവാക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ അടക്കമുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ അമേരിക്കയിലേക്ക് ജോലിക്ക് വയ്ക്കുന്നതിൽ നിന്ന് അമേരിക്കൻ കമ്പനികൾ പിൻവാങ്ങേണ്ടി വരും. അങ്ങനെ അമേരിക്കക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കിട്ടുന്ന ഒരു നീക്കത്തിലേക്കാണ് ഡൊണാൾഡ് ട്രംപ് കടന്നിരിക്കുന്നത്. ഇത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഒരു നല്ലതായിട്ടുള്ളൊരു നീക്കമാണ്. കാരണം അമേരിക്കയ്ക്ക് അകത്തുള്ള ആളുകൾക്ക് അവിടെ തൊഴിൽ കൂടുതൽ കിട്ടുമെന്നുള്ളത് അവിടെ അമേരിക്കയ്ക്ക് അകത്തുള്ള ആളുകൾക്ക് ട്രംപിനോടുള്ള ഒരു താല്പര്യം കൂടുകയും ട്രംപിന് മുന്നോട്ട് പോകാനായിട്ട് ഒരു ഊർജ്ജം ഉണ്ടാകും. പക്ഷേ മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചും അതുപോലെ നയതന്ത്രപരമായിട്ടും അമേരിക്കയ്ക്ക് ഇത് ഭാവിയിൽ ഒരു പക്ഷേ തിരിച്ചടി ഉണ്ടാകും. കാരണം ചൈനയും ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധം ഇപ്പോൾ അധിക ചുങ്കത്തിൻ്റെ കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാടും കൂടെ അമേരിക്ക എടുത്തിരിക്കുന്നത്. അതിൽ 70% പേർ ഇന്ത്യക്കാരും 12% പേർ ചൈനക്കാരുമുണ്ട്. ആകെ 100%-ൽ 82% അല്ലെങ്കിൽ 83% ആളുകൾ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമാണ്. അപ്പോൾ ഈ രാജ്യങ്ങൾക്ക് ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ അത് താരിഫ് വിധത്തിലടക്കം മറ്റു കാര്യങ്ങളിലേക്ക് അടക്കമുള്ള അത് നയതന്ത്രപരമായി എങ്ങനെ പരിഹരിക്കുമെന്നുള്ള കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ H-1B വിസ കൂടെ വന്നിരിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു തിരിച്ചടിയാണെങ്കിലും ചെറിയ ചില വശങ്ങളുണ്ട് പോസിറ്റീവായിട്ട്. കാരണം ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക്, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള കുടിയേറ്റം നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിലേക്ക് കൂടുതൽ ആളുകളെ അമേരിക്കൻ കമ്പനികൾ വിളിക്കാതിരുന്നാൽ ഇന്ത്യക്കാർ ഇന്ത്യയിൽ തന്നെ തുടരാനുള്ള, അമേരിക്കയിലേക്ക് പോകുന്ന ആൾക്കാരെങ്കിലും ഇന്ത്യയിൽ തുടരാനൊരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ ബുദ്ധിയും കഴിവുമെല്ലാം ഇന്ത്യയിൽ ഉപയോഗിക്കാൻ കഴിയും. അത്തരത്തിലേക്കൊരു സാഹചര്യത്തിലേക്ക് പോകും. അതിന് ഇന്ത്യൻ സർക്കാർ എന്താണ് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും നാളുകളിൽ കേന്ദ്ര സർക്കാർ നോക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ വിദേശകാര്യ മന്ത്രാലയം വളരെ കരുതലോടെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഇപ്പോൾ H-1B വിസയിൽ ഇത്തരത്തിൽ ഒരു ഫീസ് ഉൾപ്പെടുത്തിയ കാര്യം സൂക്ഷ്മമായി പരിശോധിക്കുകയാണ്. എന്തായാലും ഹ്യൂമാനിറ്റേറിയൻ കോൺസിക്വൻസസ് ഉണ്ടാക്കുമെന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ H-1B വിസയിൽ ഫീസ് കൊണ്ടുവരുന്ന കാര്യം വാർത്ത വരുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. അതായത് ഇന്ത്യ മറ്റു രാജ്യങ്ങളുടെ മേൽ ഉണ്ടാക്കുന്ന ഒരു ഡിപ്പെൻഡൻസ് ഉണ്ട്, അത് വലിയ ശാപമാണ് എന്നുള്ളൊരു കാര്യം നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. ആ നരേന്ദ്രമോദി അക്കാര്യം പറഞ്ഞതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു തിരിച്ചടി കൂടി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മറ്റു രാജ്യങ്ങളെ അധിക ചുങ്കത്തിലടക്കം അമേരിക്കയിൽ നിന്നൊരു തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിൽ ഇപ്പോൾ H-1B വിസയുടെ കാര്യത്തിലും അവിടുത്തെ ഇന്ത്യക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും തിരിച്ചടി വന്നതോടെ സ്വയം പര്യാപ്തതയിലേക്ക് എങ്ങനെ കടക്കാമെന്നുള്ള കാര്യത്തിലേക്ക് നമ്മുടെ സർക്കാർ ചിന്തിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും
ഇപ്പോൾ 21-ാം തീയതി, അതായത് നാളെ മുതലാണ് ഇപ്പോൾ H1B വിസയ്ക്ക് ഇത്തരത്തിലൊരു $1,00,000 ഏർപ്പെടുത്തിയ നിയമം നിലവിൽ വരിക. പുതിയതായിട്ട് എടുക്കുന്നവർക്കാണ് ഇപ്പോൾ ഈ നിയമം നിലവിൽ വരിക. അതേസമയം തന്നെ നിലവിൽ 3 വർഷം വരെ ഒരു H1B വിസ ഒരാൾക്ക് അനുവദിച്ചാൽ അത് 3 വർഷത്തേക്കാണ് അതിന് കാലാവധി ഉണ്ടാവുക. എന്നാൽ 21-ാം തീയതി മുതൽ അത് 1 വർഷത്തേക്ക് ചുരുക്കും. അതായത് കൂടുതൽ ഇനിയിപ്പോൾ ഓരോ വർഷവും അത് പുതുക്കേണ്ടി വരുമ്പോൾ വർഷാവർഷം ഇതുപോലെ $1,00,000 കമ്പനികൾ കെട്ടിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ കെട്ടിവെച്ചുകൊണ്ട് എത്ര കമ്പനികൾ തൊഴിലാളികളെ അമേരിക്കയിൽ നിർത്തും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അമേരിക്ക ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഈ കുടിയേറ്റ നിയന്ത്രിച്ചിട്ട് നിയമപരമായുള്ള കുടിയേറ്റത്തിലൂടെ തന്നെ കൂടുതൽ വരുമാനം ഉണ്ടാക്കുക എന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് എങ്ങനെയാകും? കൂടുതൽ ചർച്ചകൾ നടത്തുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. അത് കാത്തിരുന്ന് കാണാം. ഏറ്റവും അടുത്ത സുഹൃത്തിന് ആശംസകളൊക്കെ അർപ്പിച്ച് ട്രംപ് വന്നപ്പോൾ പ്രശ്നങ്ങളൊക്കെ മാറുന്നു, എല്ലാം സ്മൂത്തായി പോകുമെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ പിഴച്ചുങ്കത്തിന് പിന്നാലെ ഒരടി കൂടി ഇന്ത്യക്ക് കിട്ടിയിരിക്കുകയാണ്.